ഒരിക്കൽ ദൈവത്തിന്റെ ദാസന്മാർ ഒരുമിച്ച് കൂടുന്ന ഒരു ലോക മഹാസംഘടന മീറ്റിംഗ് ഉണ്ടായി. അതിനകത്ത് സാർക്ക് ഉച്ചകോടി പോലെ ഒരു വലിയ മീറ്റിംഗ്, വലിയ ദൈവദാസന്മാർ ഒരുമിച്ച് കൂടി. വലിയ പ്രഗത്ഭരായ അനേക ദൈവദാസന്മാർ 60 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മീറ്റിംഗിൽ ഒരുമിച്ച് കൂടി. അതിനകത്ത് ഒരു പ്രഗത്ഭനായ ഒരു യൗവനക്കാരനായ ദൈവത്തിന്റെ ദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, ആഫ്രിക്കയെ ദൈവം തൊടാൻ പോവുകയാണ്. ആഫ്രിക്കയിൽ വലിയ ഉണർവ് നടക്കും. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. ആഫ്രിക്കയിൽ നരഭോജികളുടെ നാട്ടിൽ എന്ത് ഉണർവ് നടക്കാനാണ്? എങ്കിലും ആ മീറ്റിംഗിന് ശേഷം ദൈവം റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. 2% ക്രിസ്ത്യാനികളുള്ള ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ 70% ക്രിസ്ത്യാനികളാക്കി മാറ്റുവാൻ തക്കവണ്ണം ആ ഉണർവിന് സാധിച്ചു. അതേ മീറ്റിംഗ് വീണ്ടും കൂടി. ആ ദൈവദാസൻ വീണ്ടും എഴുന്നേറ്റു. ഇനി സൗത്ത് കൊറിയ ദൈവം തൊടാൻ പോവുകയാണ്. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, സൗത്ത് കൊറിയ ലോകം കണ്ട ഏറ്റവും വലിയ ഉണർവിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ മീറ്റിംഗിന് ശേഷം യോങ്കിച്ചോ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ ആ രാജ്യത്ത് എഴുന്നേൽപ്പിച്ചു. സൗത്ത് കൊറിയ ഉണർവിന്റെ വക്കിലേക്ക് നീങ്ങുവാൻ തുടങ്ങി. ഏറ്റവും വലിയ സുവിശേഷീകരണം നടക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ സഭ പണിതുയർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന കോൺഗ്രിഗേഷൻ ആയിരുന്നു യോങ്കിച്ചോയുടെ സഭ സൗത്ത് കൊറിയയിൽ. ആ രാജ്യം ഉണർവിന്റെ വക്കിലേക്ക് വരികയും ഇന്നതൊരു ക്രിസ്ത്യൻ രാജ്യമായി തീരുകയും ചെയ്തു. 2005 നടന്ന മീറ്റിംഗ് വീണ്ടും കൂടുകയുണ്ടായി. ദൈവദാസൻ വീണ്ടും എഴുന്നേറ്റു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അടുത്തതായി ദൈവം ഒരു രാജ്യത്തെ തൊടാൻ പോവുകയാണ്. ആ രാജ്യം ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ഉണർവിനെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കും. യൗവനക്കാർ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ തന്നെ അവിടെ സൗഖ്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഇത്രയും വലിയ ഉണർവ് നടക്കുന്നത് കാണുവാൻ തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നിട്ട് ആ ഉണർവിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആയിരങ്ങൾ ആ രാജ്യങ്ങളിലേക്ക് കാലുകുത്തുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ എക്സൈറ്റഡ് ആക്കാതെ ആ രാജ്യത്തിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ രാജ്യത്തിന്റെ പേര് മറ്റൊന്നുമല്ല, ആ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ഉണർവിന്റെ കാലഘട്ടം, അടുത്ത ഉണർവിന്റെ തീനാളം കത്താൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ യൗവനക്കാർ എഴുന്നേൽക്കാൻ പോവുകയാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഉണർവുകൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പ്രവചനങ്ങളും ലോകരാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പ്രവചനങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഉണർവിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഒരിക്കൽ ഒരു വലിയ രാജ്യത്തിൽ 70ഓളം ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്മാർ ഒരുമിച്ച് കൂടി. അവർ ഓരോ രാജ്യത്തിന്റെ പേരുകൾ ഓരോ ചീട്ടിനകത്ത് എഴുതി ആരും പരസ്പരം കാണിക്കാതെ ഒരു ബക്കറ്റിനകത്തിട്ടു. 70 പേര് എഴുതിയ രാജ്യത്തിന്റെ പേര് അതിനകത്തിരിക്കുന്ന പ്രധാന വ്യക്തി എടുത്ത് തുറന്നു വായിക്കുവാൻ തുടങ്ങി. 70 പ്രവാചകന്മാരും ഒരുപോലെ എഴുതിയ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ഇന്ത്യ. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഉണർവ്, അടുത്തത് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരോട് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത ഉണർവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നിങ്ങളും അതിനകത്ത് ഉണ്ടോ? നിങ്ങളും അതിനകത്ത് ഒരുങ്ങിയിട്ടുണ്ടോ? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അന്നാളിൽ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും.